യസ്രാ അധ്യായം 10. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. യസ്രാ ഇങ്ങനെ ദൈവാലയത്തിനു മുന്നിൽ വീണുകിടന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും ബാലകരുമായി ഇസ്രായേലരുടെ ഏറ്റവും വലിയൊരു സമൂഹം അവൻ്റെ അടുക്കൽ വന്നുകൂടി. ജനവും വളരെ കരഞ്ഞു. അപ്പോൾ എലാമിൻ്റെ പുത്രന്മാരിൽ ഒരുവനായ യെഹീയേലിൻ്റെ മകൻ ശെകന്യായ യസ്രയോട് പറഞ്ഞത്, നാം നമ്മുടെ ദൈവത്തോട് ദ്രോഹം ചെയ്തു. ദേശനിവാസികളിൽ നിന്ന് അന്യജാതിക്കാരികളെ വിവാഹം ചെയ്തിരിക്കുന്നു. എങ്കിലും ഈ കാര്യത്തിൽ ഇസ്രായേലിനു വേണ്ടി ഇനിയും പ്രത്യാശയുണ്ട്. ഇപ്പോൾ ആ സ്ത്രീകളെയും അവരിൽ നിന്ന് ജനിച്ചവരെയും യജമാനന്റെയും നമ്മുടെ ദൈവത്തിൻ്റെ കൽപ്പനയിൽ ഭക്തിയുള്ളവരുടെയും നിശ്ചയപ്രകാരം നീക്കിക്കളയുവാൻ നമ്മുടെ ദൈവത്തോട് നാം ഒരു സത്യം ചെയ്യും. അത് ന്യായപ്രമാണത്തിനനുസാരമായി നടക്കട്ടെ. എഴുന്നേൽക്കൂ, ഇത് അങ്ങ് നിർവഹിക്കേണ്ട കാര്യമാകുന്നു. ഞങ്ങൾ അങ്ങേക്ക് തുണയായിരിക്കും. ധൈര്യപ്പെട്ട് പ്രവർത്തിക്കാം. അങ്ങനെ എസ്രാ എഴുന്നേറ്റു ഈ വാക്കുപോലെ ചെയ്യേണ്ടതിന് പുരോഹിത പുരുഷന്മാരെയും ലേവ്യരെയും എല്ലാ ഇസ്രായേലരെയും കൊണ്ട് സത്യം ചെയ്യിച്ചു. അവർ സത്യം ചെയ്തു. എസ്രാ ദൈവാലയത്തിന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റു. എല്യാസ്രീബിന്റെ മകനായ യഹോയാനാന്റെ അറയിൽ ചെന്ന് ജനത്തിന്റെ അതിക്രമം നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് അപ്പം തിന്നാതെയും വെള്ളം കുടിക്കാതെയും അവിടെ രാപ്പാർത്തു. അനന്തരം അവർ സകല പ്രവാസികളും യെരൂശലേമിൽ വന്നുകൂടണമെന്നും പ്രഭുക്കന്മാരുടെയും മൂപ്പന്മാരുടെയും നിശ്ചയപ്രകാരം 3 ദിവസത്തിനകം ആരെങ്കിലും വരാതിരുന്നാൽ അവൻ്റെ വസ്തുവകയെല്ലാം കണ്ടുകെട്ടിയെടുക്കുകയും അവനെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുമെന്നും യഹൂദയിലും യെരൂശലേമിലും പ്രസിദ്ധം ചെയ്തു. അങ്ങനെ യഹൂദയുടെയും ബെന്യാമീന്റെയും സകല പുരുഷന്മാരും 3-ാം ദിവസത്തിനകം യെരൂശലേമിൽ വന്നുകൂടി. അത് 9-ാം മാസം 20-ാം തീയതി ആയിരുന്നു. സകല ജനവും വിറച്ചുകൊണ്ടൊരുമിച്ചു കൂടി. അപ്പോൾ എസ്രാ പുരോഹിതൻ എഴുന്നേറ്റു അവരോട്, നിങ്ങൾ പാപം ചെയ്ത് ഇസ്രായേലിന്റെ കുറ്റത്തെ വർദ്ധിപ്പിക്കേണ്ടതിന് അന്യജാതിക്കാരികളെ വിവാഹം കഴിച്ചിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് പാപം ഏറ്റുപറയുകയും അവൻ്റെ ഇഷ്ടമനുസരിച്ച് ദേശനിവാസികളോടും അന്യജാതിക്കാരികളോടും വേർപെടുകയും ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അതിന് സർവ്വസഭയും ഉറച്ചുത്തരം പറഞ്ഞത്, നീ ഞങ്ങളോട് പറഞ്ഞ വാക്കുകൾ നല്ലത്, അവ സത്യമായും സ്വീകാര്യവുമത്രേ. എങ്കിലും ജനം വളരെയുണ്ട്, ഇത് വർഷക്കാലവും ആകുന്നു, വെളിയിൽ നിൽപ്പാൻ കഴിവില്ലല്ലോ. ഈ കാര്യത്തിൽ ഞങ്ങൾ അനേകരും തെറ്റ് ചെയ്തിരിക്കുകയാൽ ഇത് 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തീരുന്ന സംഗതിയുമല്ല. ആകയാൽ ഞങ്ങളുടെ മൂപ്പന്മാർ സർവ്വസഭയ്ക്കും പ്രതിനിധികളായി നിൽക്കട്ടെ. ഈ കാര്യം നിമിത്തം നമ്മുടെ ദൈവത്തിനുള്ള കഠിനകോപം ഞങ്ങളെ വിട്ടുമാറുവോളവും ഞങ്ങളുടെ പട്ടണങ്ങളിൽ അന്യജാതിക്കാരികളെ വിവാഹം കഴിച്ചിരിക്കുന്ന ഏവരും അവരോടുകൂടി അവിടങ്ങളിലെ മൂപ്പന്മാരും ന്യായാധിപതിമാരും പ്രാർത്ഥനാ സമയങ്ങളിൽ വരികയും ചെയ്യട്ടെ. അതിന് ഹേലിന്റെ മകനായ യോനാദാനും തിക്വയുടെ മകനായ യഹ്സേയായും മാത്രം വിരോധം പറഞ്ഞു. മെഷൂല്ലാമും ശബെദായി എന്ന ലേവ്യനും അവരെ താങ്ങിപ്പറഞ്ഞു. പ്രവാസികൾ ആ തീരുമാനം സ്വീകരിച്ചു. എസ്രാ പുരോഹിതൻ പിതൃഭവനമായി ചില പിതൃഭവന തലവന്മാരുടെ
പേരുപേരായി 20 പേരെ വേർതിരിച്ചെടുത്തു. അവർ ഈ കാര്യം വിസ്തരിപ്പാൻ 10-ാം മാസം 1-ാം തീയതി യോഗം കൂടി. അന്യജാതിക്കാരികളെ വിവാഹം കഴിച്ചിരുന്ന സകല പുരുഷന്മാരുടെയും കാര്യം അവർ 1-ാം മാസം 1-ാം തീയതി കൊണ്ട് തീർത്തു. പുരോഹിതന്മാരുടെ പുത്രന്മാരിലും അന്യജാതിക്കാരികളെ വിവാഹം കഴിച്ചവരുണ്ടായിരുന്നു. അവർ യൂസോദേക്കിന്റെ മകനായ യോശുവയുടെ പുത്രന്മാരിലും അവരുടെ സഹോദരന്മാരിലും മയശേയ, എലീയേസർ, യാരിബ്, ഗദല്യ എന്നിവർ തന്നെ. ഇവർ തങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിക്കാമെന്ന് സത്യം ചെയ്തു. അവർ കുറ്റക്കാരായതുകൊണ്ട് തങ്ങളുടെ കുറ്റത്തിനായി ഓരോ ആട്ടുകൊറ്റനെ യാഗം കഴിച്ചു. ഇമ്മേരിന്റെ പുത്രന്മാരിൽ ഹനാനി, സബദ്യാവു, കരീമിന്റെ പുത്രന്മാരിൽ മായശോ, ഏലിയ, ഷെമയ, യെഹീയേൽ, ഉസിയ, പശ്ഹൂരിന്റെ പുത്രന്മാരിൽ എല്യാവേനായി, മനശ്ശേയ, ഇസ്മായേൽ, നെതനയേൽ, യോസാബാദ്, എലെയാസർ, ലേവ്യരിൽ യോസാബാദ്, ശിമെയി, കെലീദ എന്നീ പേരുള്ള കേലായ, പെദഹ്യ, യഹൂദ, എലിയേസർ, സംഗീതക്കാരിൽ എല്യാശീബ്, വാതിൽ കാവൽക്കാരിൽ ശല്ലൂം, തേലേം, ഊരി, ഇസ്രായേലിൽ പരോഷിന്റെ പുത്രന്മാരിൽ രമ്യ, ഇസിയ, മൽക്കിയ, മിയാമീൻ, എലിയാസാർ, മൽക്കിയ, ബെനായ. എലാമിന്റെ പുത്രന്മാരിൽ മഥന്യ, സഹര്യ, യെഹീയേൽ, അബ്ദി, യെരോമോത്ത്, ഏലിയ. സദ്ദൂവിന്റെ പുത്രന്മാരിൽ എല്യോവേനായി, എല്യാശീബ്, മഥന്യ, എരേമോത്ത്, സാബാദ്, അസീസി. ബേബായിയുടെ പുത്രന്മാരിൽ യോഹന്നാൻ, ഹനന്യ, സബ്ബായി, അദേലായി. ബെനായിയുടെ പുത്രന്മാരിൽ മെശുല്ലാം, മല്ലൂക്ക്, ആദായാം, യാശൂബ്, ഷയാൽ, യെരോമോത്ത്, പഹത്ത് മോവാബിന്റെ പുത്രന്മാരിൽ അദ്ന, കെലാൽ, ബെനായ, മയശ, മഥന്യ, ബെസറയേൽ, ബിന്നൂയി, മനശ്ശെ. ഹാരീമിന്റെ പുത്രന്മാർ എലിയേസർ, ഇഷിയ, മൽക്കിയ, ശമയ്യ, ശിമവോൻ, ബെന്യാമിൻ, മല്ലൂക്ക്, ഷെമര്യ. ഹാശൂമിന്റെ പുത്രന്മാരിൽ മത്തേനായി, മത്തഥ, സാബാദ്, എലിഫെലെത്ത്, എരേമായി, മനശ്ശെ, ശിമയി. ബാനിയുടെ പുത്രന്മാരിൽ മയദായി, അമ്രാം, ഊവേൽ, ബെനായ, ബേദേയ, കെലൂഹു, വന്യ, മെരേമോത്ത്, എല്യാശീബ്, മഥന്യ, മത്തേനായി, യാസു, ബാനി, ബിന്നുവി, ശിമയെ, ശെലേമ്യ, നാഥാൻ, അദായ, മക്ന, ദെബായി, ശാശായിം, ശാരായി, അസരയേൽ, ശെരമ്യ, ശമര്യ, ശല്ലൂം, അമര്യ, യോസേഫ്. നെബോവിന്റെ പുത്രന്മാരിൽ സയീയേൽ, മത്തീത്യ, സാബാദ്, സെബീന, യദ്ദായി, യോവേൽ, ബൈനായ. ഇവർ എല്ലാവരും അന്യജാതിക്കാരികളെ വിവാഹം കഴിച്ചിരുന്നു. അവരിൽ ചിലർക്ക് മക്കളും ഉണ്ടായിരുന്നു. ദൈവമേ, സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.